കേൾക്കുന്നുണ്ട്. ഈ അരുൺകുമാർ CPM പ്രതിനിധി പച്ചക്കള്ളം വന്നിരുന്ന് CPM പ്രതിനിധി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ, അദ്ദേഹം പച്ചക്കള്ളാണ് ചാനലിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത്. ഈ പൊറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി വാങ്ങിയ സ്ഥലം അധികം വർഷങ്ങളായിട്ടില്ല, 30 കൊല്ലമായിട്ടില്ല, കൂടി വന്ന 8-9 കൊല്ലം അതിൽ താഴെ ആയിട്ടുള്ളൂ. അതാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ അന്വേഷിച്ച് കേരള പോലീസാണ് സാറിന് 16/1/2019 ഞാൻ രേഖാമൂലം ജോയിന്റ് രജിസ്ട്രാർ കൊടുത്ത പരാതിയുടെ മേഡം പറഞ്ഞു കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ, പൂർത്തിയാക്കൂ. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഇദ്ദേഹം പറഞ്ഞില്ല ഈ എല്ലാം അന്വേഷിച്ച് സാറിന് ഒപ്പാണെന്ന്. 16/1/2019 ഞാൻ രേഖാമൂലം ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് എഴുതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മേഡം ഈ കൊള്ള സംഘത്തിൽ ആദ്യമായിട്ട് സഹകരണ വകുപ്പ് അന്വേഷിച്ചത്. അതായത് സ്വമേധയൊക്കെ അന്വേഷിച്ചതല്ല. തുടർന്ന് സെക്ഷൻ 65 എൻക്വയറി നടത്തി. അതിൻ്റെ തുടർച്ച മാത്രമാണ് സെക്ഷൻ 68. അതോ ഈ സാധുക്കളായ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പേരിൽ മാത്രം. ഈ കൊള്ള ചെയ്ത ബിജോയ് ഏകദേശം ഒരു 70 കോടി, BD അത്ര കണ്ടിട്ടില്ലെങ്കിലും ജീവനക്കാരനായി ഞാൻ പറഞ്ഞു 70 കോടിയിൽ മേലെ ബിജോയ് AK എന്ന റെപ്കോ ഏജൻസി തട്ടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നേതാക്കന്മാർ കരിഞ്ഞു നൽകിയത് 35 ലക്ഷം രൂപ മാത്രം. അതാണ് സഹകരണ കണ്ടെത്തിയ വലിയ കണ്ടെത്തൽ, അറിയാലോ. പിന്നെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു എന്താണത്, BJPയും ഈ CPM ഭയങ്കര ടൈപ്പാണ്. ഒരു ടൈപ്പ് ഉണ്ടായിരുന്നില്ല. എന്നെ പല നേതാക്കന്മാരെ വിളിച്ച് ആക്ഷേപിച്ചാണ്. CPM പറഞ്ഞ് യാതൊരു പങ്കില്ലെന്ന്. കോൺഗ്രസ് പറഞ്ഞ് കരിനൂർ ബാങ്ക് സ്കാം ഓൾറെഡി സെറ്റിൽഡ്. ഇപ്പം എന്തായിരിക്കുന്നു? അതൊക്കെ തന്നെ ഇവിടെ ഇരു പാർട്ടികളുടെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് മന്ത്രി VN വാസവൻ അതാണ് പറയുന്ന പ്രധാനപ്പെട്ട വാദം. മേഡം ഞാൻ പറയട്ടെ, ഞാനൊരു 1000 രൂപ തന്നിട്ട് എനിക്കൊരു 200 രൂപ തന്നു കഴിഞ്ഞാൽ പണം കൊടുത്തു ശരിയാണ്. ബാക്കി 800 രൂപ തരും. 120 കോടിയാണ് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുണ്ട് മേഡം. 120 കോടി കൊടുത്തു കഴിഞ്ഞു. എവിടെന്ന് ഏത് വാക്കി എങ്ങനെയാണ് കൊടുത്തത് മേഡം? എന്ത് കണക്കാണ്? ഇല്ലില്ല പച്ച ഇല്ലില്ല. ഇപ്പോഴത്തെ കൺവീനർ പാർട്ടിക്കാരുകൾ വെക്കാം. അല്ലല്ല, കാരണം ചോദിക്കുന്ന വക്കീലിന് കുറെ കാരണം ഉണ്ടായിരിക്കും. ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചതിന്റെ മെയിൻ കാരണം തന്നെ നിങ്ങൾ കട്ടെടുത്തിട്ട് ഈ പാവങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരോട് ചത്തു വീണത്. ഇപ്പോഴത്തെ ഈ ശശിയേട്ടൻ പാർട്ടിക്കാരായിരുന്നു ബിന്ദു തിരിഞ്ഞു നോക്കിയില്ലോ. ഇവിടുത്തെ കോടി രൂപയാണ് തിരിച്ചു കൊടുത്തത്. ആ ബാങ്ക് നല്ല രൂപത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് നുണ പറഞ്ഞതിന് ഒരു മര്യാദ വേണ്ടേ? എവിടെ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു? മന്ത്രി വിതരണം ചെയ്ത പണത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്ക്, ആ ബാങ്കിൽ കൃത്യമായി സ്വർണ്ണ പണയം അടക്കം പുതിയ ലോൺ അടക്കം കൊടുത്തു. ഏറ്റവും നല്ല രൂപത്തിൽ ബാങ്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാറെ, താങ്കൾ ഇവർ പറയുന്ന വാചകം കേൾക്ക്. ഞങ്ങൾ അനുഭവസ്ഥരാണ്, നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ വല്ലവരും ഫോണിൽ കൂടെ പറഞ്ഞത് മാത്രം കേട്ടിട്ട് VN വാസവൻ 120 കോടി കൊടുത്തത് കളവാണ് എന്നാണ് സുരേഷ് പറയുന്നത്. ജിജി ജോസഫ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറയുന്നു നിക്ഷേപകർക്ക് പണം നൽകും. ED കോടതിയെ അറിയിക്കുന്നു PMLA ആക്ട് പ്രകാരം പണം തിരികെ നൽകാൻ കഴിയുമെന്ന്, EDക്ക് നൽകാൻ കഴിയുമെന്ന്. അതെങ്ങനെയാണ് EDക്ക് പണം നേരിട്ട് നൽകാൻ കഴിയുക? ഞാൻ പറയാം, ഇവിടെ ഇന്ത്യയിൽ ഒരു അന്വേഷണ ഏജൻസിക്കും പണം നേരിട്ട് കൊടുക്കാൻ കഴിയില്ല. അതാണ് BJPയുടെ വാദം. പക്ഷേ സുരേഷ്, താങ്കളിപ്പോ BJPയുടെ ഭാഗം തന്നെയാണല്ലോ. അല്ല മറുപടി പറയുന്നതാണ്. അല്ല സുരേഷ്, എന്താണ് പൂർത്തിയാക്കുന്നത്? ജിജിയിലേക്ക് പോകണം. ഇവിടെ ഇപ്പൊ സുരേഷ് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടാണ്, പറയുന്നുണ്ടെങ്കിൽ പൂർത്തിയാക്കും. BJPയുടെ പ്രതിനിധിയാണോ? അതെ, അപ്പൊ പിന്നെ പറഞ്ഞോട്ടെ എന്നാണോ? ഞാൻ പറഞ്ഞതാണ്. ഈ അന്വേഷണ ഏജൻസി പറഞ്ഞപ്പോ PMLA കോടതിയിൽ ഞങ്ങള് നിക്ഷേപരെ കൊണ്ട് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഒരു നിരവധി ഹർജികൾ കൊടുത്തു. ഹർജി അവിടെ PMLA കോടതി ഹർജി ഫയൽ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് PMLA കോടതി EDയോട് വിശദീകരണം ചോദിച്ചു. അപ്പൊ ED നിലപാട് വ്യക്തം. ഞങ്ങൾ സീസ് ചെയ്ത പണവും ഗോൾഡും മറ്റു സാധനങ്ങളൊക്കെ ക്യാഷൊക്കെ മറ്റ് എല്ലാം തന്നെ അതിന്റെ ബാങ്ക് വഴിയല്ലേ കൊടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ED നേരിട്ട് കൊടുക്കുക എന്നാണ് ചോദ്യം. ജിജി മറുപടി പറയും. മേഡം ED ശരി ജിജി പറയട്ടെ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.